ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് ഒരു കിട്ടി ലൈറ്റ് ആയാലോ. അതും നന്നായി പഴുത്ത് തൊലി കറുത്ത പഴം ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഞാലിപ്പൂവനൊക്കെ ആണെങ്കിൽ അതും എടുക്കാം, പച്ച നാടൻ പഴമാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. നല്ലോണം പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ പഴം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് നന്നായി പഴുത്ത റോബസ്റ്റും പഴം കൊണ്ടും ചെയ്തെടുക്കാം, അതുപോലെ ഞാലിപ്പൂവലിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം കൂടുതലും ഈ ചെറുപഴത്തിൽ ചെയ്യുമ്പോഴാണ് ഇതിന് ശരിക്കും ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതാ ഞാൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ പകരമായിട്ട് ചോക്ലേറ്റിൻ്റെ വേറെ ഏത് ബിസ്ക്കറ്റും എടുക്കാവുന്നതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കട്ടെ. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഉടച്ച് വെച്ച പഴത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബിസ്ക്കറ്റിന് പകരമായിട്ട് ചോക്ലേറ്റ് വേണമെങ്കിലും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഡയറി മിൽക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി തണുത്ത പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിൻ്റെയൊക്കെ അളവ് നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക, കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കൂടുതലായിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. നല്ലോണം തണുപ്പിച്ച പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ആ പാല് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലേശം കൂടെ പാല് ചേർക്കുന്നുണ്ട്. മൊത്തം 1/2 ലിറ്റർ പാലാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ള അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ള അവിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിൽ ചേർത്ത് കുറച്ച് കഴിഞ്ഞാൽ അതൊരു കട്ടിപ്പ് വരും. അപ്പോൾ അതിനുള്ള പാകത്തിനുള്ള അവിൽ ചേർത്ത് കൊടുക്കട്ടെ, ഒരുപാട് കട്ടിയാക്കാതെ. അതുപോലെ തന്നെ റോസ്റ്റഡ് അവിലാണെങ്കിൽ അത് എടുക്കാം, അല്ല സാധാ അവിലാണെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത അവിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിൽ ചേർത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റോസ്റ്റഡ് നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ ഡ്രൈ നട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കില്ല അത് ചേർത്ത് കൊടുക്കാം, അല്ല ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാൽ നല്ലപോലെ തണുത്തത് ചേർത്തുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമുക്കത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അല്ല നിങ്ങൾ സാധാ പാലൊഴിച്ചിട്ടാണ് എങ്കിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെച്ച ശേഷം കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. രാവിലെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നിറയും, അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്